ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചീസി ബ്രെഡ് മസാല ആയിട്ടാണ് കേട്ടോ. ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമ്മൾക്ക് വേണമെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കാരണം ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം ഒരുവിധം പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. കുഞ്ഞു മക്കൾക്ക് പോലും ഒരല്പം പെപ്പർ ആഡ് ചെയ്ത് കൊടുത്താലും അവർക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ചീസി ബ്രെഡ് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ? കമോൺ ഗൈസ്. ആദ്യം തന്നെ ചൂട് പാനിലേക്ക് ഒരല്പം ബട്ടർ തടവിയതിന് ശേഷം 3 ബ്രൗൺ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 പേർക്ക് സെർവ് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വാണ്ടിറ്റീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇവിടെ മെമ്പേഴ്സ് കൂടുതലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ക്വാണ്ടിറ്റീസിൻ്റെ അളവ് ഒന്ന് കൂട്ടിയാൽ മാത്രം മതി. അപ്പം നമ്മുടെ 3 ബ്രൗൺ ബ്രെഡ് നല്ലോണം ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി അതേ പാനിൽ തന്നെ നമുക്കൊരല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണേ. ഒരു പച്ച മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സവാള ഫൈനലി ചോപ്പ് ചെയ്തതൊന്ന് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഒരു തക്കാളി ഫൈനലി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഈ വെജീസ് എല്ലാം കൂടെ ഒന്ന് സൈഡിലേക്ക് മാറ്റി നടുക്ക് നമുക്ക് 2 മുട്ട ഞാൻ നല്ലോണം ബീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഈ മുട്ട. എഗ്ഗൊന്ന് നല്ലോണം സ്ക്രാമ്പിളായി വന്നതിന് ശേഷം ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ടേമറിക് പൗഡറും ആഡ് ചെയ്ത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചില്ലി പൗഡറിൻ്റെ അളവ് നിങ്ങളുടെ സ്പൈസിനെസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അടുത്തത് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൗൺ ബ്രെഡ് ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്രെഡ് ക്യൂബ്സും മുട്ടയും നമ്മുടെ വെജീസും മസാലയും ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ ഒരു 1/4 കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഈ മസാല ഒന്ന് ബ്രെഡിലേക്ക് പിടിക്കും. എല്ലാം കൂടെ നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അടുത്ത് ഞാനൊരു 1/2 ലെമൺ ജ്യൂസും കൂടെ ചേർക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയിലയും. ഇനി അവസാനമായി ഞാൻ ഒരു സ്ലൈസ് ചീസ് ചെറിയ പീസുകളാക്കി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചീസുകളുടെ അളവ് കൂട്ടാം. 1 or 2 ചീസ് സ്ലൈസസ് നിങ്ങൾ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ചേദാർ ചീസും നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ചീസി ബ്രെഡ് മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെങ്കിൽ ഇതൊരു യമ്മി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചീസി ബ്രെഡ് മസാല റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഗൈസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. സോ സീ യു ഓൾ നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ റെസിപ്പി.